ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷഹനാസ് മാജിക്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ഫുജേറയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഫുജേറയിലേക്ക് പോകാനുള്ള കാരണം അവിടെ കുറച്ച് ഏരിയ കാണാനുണ്ട്. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ ആമീൻ്റെ അളിയൻ അവിടെയാണുള്ളത്. അതുപോലെ തന്നെ കാക്കൻ്റെ ബ്രദറും അവിടെയാണുള്ളത് കേട്ടോ, എൻ്റെ ഹസ്ബൻഡിൻ്റെ. അപ്പോൾ അവർ രണ്ടുപേരെയും കാണും ചെയ്യാം. നമുക്ക് പിന്നെ അവിടെയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ രാവിലെ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്കെൻഡ് ആയതുകൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഉച്ച ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലഞ്ച് എന്തായാലും പുറത്തുനിന്ന് കഴിക്കാം. വീക്കെൻഡ് എല്ലാവരും കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലഞ്ച് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. ലഞ്ച് കൂടി വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കഴിക്കുമ്പോഴത്തേന് പിന്നെ ഈവനിങ് ആവും. അപ്പോൾ ഈ ഫുജറയിലേക്ക് പോകുന്ന വഴിയൊക്കെ ഒരുപാട് ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. ഇങ്ങനെ ഒരുപാട് മലനിരകളുള്ള പ്രദേശമാണ്. ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ അങ്ങനെ ഈ ഒരു വ്യൂ കണ്ട് ഇങ്ങനെ പോവാനായിട്ട്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഫുജേറ പോവാറുണ്ട്, കാക്കൻ്റെ ബ്രദർ അവിടെ ആയതുകൊണ്ട്. പക്ഷെ ഞാൻ ഇവിടെ ഒരുപാട് സ്ഥലങ്ങളൊന്നും കണ്ടിട്ടില്ല. ഇങ്ങനെ മലകളൊക്കെ തുരന്ന് കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലൂടെയാണ് കേട്ടോ ഈ റോഡ് പോകുന്നത്. ഇത് ഇപ്പോൾ കുറച്ച് ആയിട്ടുള്ളത്, ഇതൊക്കെ പുതിയ റോഡുകളാണ്. അപ്പോൾ ഇതിൻ്റെ ഈ മലനിരേൻ്റെ സൈഡിലൊക്കെ ആയിട്ട് അവർ ഇങ്ങനെ ഒരു പദാർത്ഥം തേച്ചിട്ടുണ്ട്. അത് പിന്നെ സിമെൻറ്റ് പോലെ തോന്നിക്കും, പക്ഷെ സിമെൻ്റ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ അതായത് ഇവിടെ എപ്പോഴും മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഉരുളൻകല്ലുകളും പാറകളൊക്കെ ഇങ്ങനെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. അപ്പോൾ ഈ ഏരിയ എപ്പോഴും ഒരു പിന്നെ നമ്മുടെ ഷാർജ, അജ്മാൻ, പിന്നെ ദുബായ് ആ ഏരിയ പോലെയല്ല. ഇതൊരു ഭയങ്കരമായിട്ടുള്ളൊരു ഉള്ളോട്ടുള്ള ഒരു ഏരിയ എന്ന് പറയില്ലേ, നമ്മൾ വയനാടൊക്കെ പോകുന്ന പോലെ ഒരു ഹൈ റേഞ്ച് ഏരിയ പോലെയൊക്കെയാണ്. പിന്നെ ഇവിടെ ഇത് തുരങ്കാണ് കേട്ടോ. അത് പിന്നെ ഈ മലയൊക്കെ തുരന്ന് അതിൻ്റെ ഉള്ളിലൂടെ, അതായത് ഇതിൻ്റെ മുകളിൽ മലയുണ്ട്, അതിൻ്റെ ഉള്ളിലൂടെ ഉണ്ടാക്കിയിട്ടുള്ള തുരങ്കാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മൊത്തത്തിൽ ഇരുട്ടായതുകൊണ്ട് തന്നെ അവർ ഫുള്ള് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ 2-3 തുരങ്കം ഉണ്ട് കേട്ടോ പോവാൻ. ഇതാണ് ലോങ്ങസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൂടെ പോകുമ്പോഴും നമുക്കൊരു പ്രത്യേക ഫീലാണ്. നമ്മളിങ്ങനെ എന്താ പറയുക, നമ്മൾ ഇതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ ഇതും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടല്ലോ, മലയുണ്ടല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ച് എടുത്തു വെച്ചതാണ്. പിന്നെ അവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ കാണാൻ ഫുജേറ ഏരിയയിൽ. നമുക്ക് പാർക്കിംഗ് ഫീ ഉള്ളതും ഇല്ലാത്തതും, ടിക്കറ്റ് ഉള്ളതും ഇല്ലാത്തതുമായിട്ടൊക്കെ ഒരുപാടുണ്ട്. ഞാൻ അവിടെ ഒരുപാട് സ്ഥലത്തൊന്നും പോയിട്ടില്ല. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാത്തതുകൊണ്ട് നമുക്ക് ആദ്യം ലഞ്ച് കഴിച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ കാണാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പം നമുക്ക് അറിയാവുന്ന ഒരു ഷോപ്പിൽ തന്നെയാണ് പോകുന്നത് കേട്ടോ. ഈ ഷോപ്പിലാണ് പോയത്. എനിക്കൊന്നും അതിൻ്റെ പേരും കോർഫക്കാൻ എന്തോ എന്നതിനായിരുന്നു. ആ ഒരു ഏരിയൻ്റെ പേരും അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടെ സാധാ ടേബിളും ഇങ്ങനെയുള്ള ചെയറുള്ള സിറ്റിംഗ് ഏരിയയും ഉണ്ട്. പിന്നെ ഇങ്ങനെ മജ്ലിസും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ നമുക്ക് മജ്ലിസിലേക്ക് ഇരിക്കാം, എന്താ വെച്ചാൽ മക്കളൊക്കെ ഉള്ളതല്ലേ. അപ്പം അതൊരു അവർക്ക് ഓടിക്കളിക്കാനൊക്കെ നമുക്ക് നമ്മുടെ ഒരു പ്രൈവസിയിൽ ഇരിക്കാമല്ലോ. മറ്റേത് അവരിങ്ങനെ കെട്ടിയിട്ട പോലെ ആകുമ്പോൾ അവർക്ക് മൂന്നാക്കും ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ആവും. അപ്പോൾ നമ്മളൊരു മന്തി പോലത്തെ ഒരു റൈസാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ നല്ല മസാലയൊക്കെ ഉള്ളൊരു ചിക്കനും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിലൊരു 3 ടൈപ്പ് റൈസും ഉണ്ടായിരുന്നു. അത് 2 ആൾക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയേ ഉള്ളൂ റൈസ്. അത് അയാൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൈസ് നമ്മൾ അധികം മേടിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. ചിക്കൻ നല്ല ടേസ്റ്റി, നല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ള ചിക്കനായിരുന്നു കേട്ടോ. അപ്പം അതിലേക്ക് ഇങ്ങനെ മയോണൈസും കാര്യങ്ങളൊന്നുമല്ല, കേടായിരുന്നു ഉണ്ടായിരുന്നത്. കേടും ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ തക്കാളി ചട്നി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാവരും വയറിറച്ചി കഴിച്ചു. നല്ല ടേസ്റ്റുള്ള റൈസായിരുന്നു കേട്ടോ. അതിലിങ്ങനെ നിറയെ മുന്തിരികളൊക്കെ ഇട്ടിട്ടുള്ള. അപ്പോൾ എനിക്ക് മുന്തിരിയൊന്നും അത്ര ഇഷ്ടമല്ല, പക്ഷേ ഇത് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഇവിടെ ഒരു മലൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. ഒരു ആർട്ടിഫിഷ്യലായിട്ട് കോർഫക്കാലിൽ തന്നെ ഒരു വെള്ളച്ചാട്ടമുണ്ട്.
നമ്മൾ ഇതിലൂടെ എപ്പോഴും പാസ് ചെയ്യുമ്പോൾ കാണാറുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ അവിടെ ഇറങ്ങിയിട്ടില്ല. അപ്പം നമ്മൾ പറഞ്ഞു നമുക്ക് എന്തായാലും അവിടെ പോകാമെന്ന് പറഞ്ഞിട്ട് അവിടേക്കായിട്ടോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഉച്ച സമയമാണ് കേട്ടോ, നല്ല വെയിലാണ്. അപ്പോൾ ഞാൻ ഈ വെയിലത്ത് എങ്ങനെയാണ് ഇപ്പോൾ മക്കളെയും കൊണ്ട് ഇറങ്ങുക എന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കായിരുന്നു. പക്ഷെ അവിടെ ഉച്ചയാണെന്ന് വെച്ചിട്ട് അവിടെ ആളിന് കുറവൊന്നുമില്ല കേട്ടോ. അവിടെ ഇഷ്ടം പോലെ ആളുകളുണ്ടായിരുന്നു. പിന്നെ അത് ഇങ്ങനെ മല ഒറിജിനലാണ്, പക്ഷെ വെള്ളച്ചാട്ടം ആർട്ടിഫിഷ്യലായിട്ട് അവർ ക്രിയേറ്റ് ചെയ്താണ് കേട്ടോ. പക്ഷെ അതൊന്നും കണ്ടാൽ തോന്നുകയില്ല ഒരു. പിന്നെ ഇങ്ങനെ നമ്മൾ ഇതിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു അട്രാക്ഷൻ തന്നെയാണ് കേട്ടോ ആ ഭാഗം കാണുന്നതൊക്കെ. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കാമെന്നുള്ള ആ ഒരു ഇതിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ. അപ്പം നമ്മൾ അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് പിന്നെ അവിടേക്ക് ക്രോസ് ചെയ്ത് പോവുകയുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ, നല്ല ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട്. ഇവിടെ പിന്നെ ആണെങ്കിൽ ആ മല ഉള്ളതുകൊണ്ട് വെയിലൊന്നും ഇല്ല, അതിൻ്റെ ഒരു മറവിലാണ് ഇതുള്ളത്. അപ്പം അവിടെ ഒരു പ്രത്യേക തണുപ്പും പിന്നെ നമ്മളിങ്ങനെ എന്താ പറയുക, ഈ വെള്ളം ഇങ്ങനെ ചാടുന്നതിൻ്റെ ആ ഒരു ഇത് തെറിക്കൂലേ, വെള്ളം തെറിക്കൂലേ, അതൊക്കെ ആയിട്ടൊരു ഒരു ഒരു പ്രത്യേക ഫീൽ തന്നെ ആയിരുന്നു അവിടെ നിൽക്കാനായിട്ട്. ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ട് നമുക്കുള്ളത് കടലുണ്ട് കേട്ടോ. നല്ലൊരു ബീച്ച് സൈഡാണ്. പക്ഷെ അവിടേക്കൊന്നും നമ്മൾ ഇറങ്ങിയില്ല, അവിടേക്ക് നല്ല വെയിലാണ്. മക്കൾക്കൊക്കെ വെയ്യായി വരും തേച്ചിട്ട് നമ്മൾ അവിടേക്കൊന്നും ഇറങ്ങിയില്ല. ഇവിടുന്ന് നമ്മൾ ഒരുപാട് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കാനുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഇങ്ങനെ ഒരു ഓപ്പൺ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വിൻ്ററിൻ്റെ ഒരു സമയമൊക്കെ ആകുമ്പോൾ ഇവിടെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇപ്പോൾ അവിടെ അതിൻ്റെ ഒരു ഒരുക്കത്തിലാണ് അവിടെ പണിയൊക്കെ നടക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ ഒന്നും ഓപ്പൺ ആയിട്ടില്ല. പക്ഷേ നമ്മളതൊന്ന് കാണാൻ വേണ്ടിയിട്ട് ആ ഏരിയയിലേക്കും കൂടിയൊക്കെ ഒന്ന് പോയി നോക്കി. അപ്പോൾ അവിടെ കാര്യമായിട്ട് അവിടെ അവർ വർക്ക് നടക്കുന്നതുകൊണ്ട് പിന്നെ നമ്മൾ അവിടെ വല്ലാതെ നിന്നില്ല, അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് തന്നെ പോന്നു. അപ്പോൾ പിന്നെ ഇവിടുന്ന് ഇനി തിരിച്ചു പോകാമെന്നുള്ള രീതിയിൽ അവിടുന്ന് പോരുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ അടുത്ത് തന്നെ കോർഫക്കാലിൽ തന്നെ ഒരു മൊസ്ക് ഉണ്ട്. വൺ ഓഫ് ദി ഓൾഡസ്റ്റ് മൊസ്കാണ് അത്. എന്താണ് അൽബിദിയ മോസ്ക് എന്നാട്ടോ അതിൻ്റെ പേര്. അപ്പോൾ 1944 തോന്നുന്നു, കറക്റ്റ് എനിക്കറിയില്ല കേട്ടോ. ഞാൻ അവിടെ കണ്ടൊരു ഓർമ്മക്കാണ് പറയുന്നത്. 44 46 എന്തോ ആണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ അതിൽ ഡീറ്റെയിൽ ആയിട്ട് അവിടെ അവർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അൽഹംദുലില്ലാ അവിടെ പോകാനും കാണാനൊക്കെ പറ്റി. ഒരു പ്രത്യേക ഫീൽ തന്നെയായിരുന്നു കേട്ടോ. അവിടെ അതിൻ്റെ ഉള്ളിലൊക്കെ ഒരു കാണാനും ഒക്കെ പറ്റിയല്ലോ എന്നുള്ള ആ ഒരു സന്തോഷം ഉണ്ടല്ലോ. എത്ര വർഷം മുന്നത്തെ പള്ളിയാലേ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഇതെങ്ങനെയാണ് കേട്ടോ. ആദ്യം ഇങ്ങനെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു കൊലായി പോലെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിലേക്കാണ് നിസ്കരിക്കുന്നത്. അപ്പോൾ നമ്മൾ പോയി നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആളുകൾ നിസ്കരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ഉള്ളിലേക്കൊന്നും എടുത്തിട്ടില്ല, അതൊരു പ്രൈവസിനെ ബാധിക്കുന്ന കാര്യമാണല്ലോ. അപ്പോൾ അത് ശരിയുമല്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് എടുത്തിട്ടില്ല. പക്ഷേ ഞാൻ അതിൻ്റെ ഉള്ളിലൊക്കെ കയറി നിസ്കരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ നമുക്ക് മനസ്സിനൊക്കെ ഒരു വല്ലാത്തൊരു സമാധാനം കിട്ടി. ഒരു അസറിൻ്റെ സമയമായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും അവിടെ പോയി നിസ്കരിച്ചു. പിന്നെ ഒരു പ്രത്യേക തണുപ്പും ഭയങ്കര ഒരു പീസും ഒക്കെ ആയിട്ട് ഒരു മനസ്സിനൊരു വല്ലാത്തൊരു സുഖം കിട്ടിയിട്ടായിരുന്നു നിസ്കരിച്ചപ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ പോകുന്നത് എൻ്റെ അളിയനെ കാണാമെന്ന് വിചാരിച്ചിട്ട് പോവാം കേട്ടോ. അപ്പോഴേക്കും ഈവനിങ് ആയി, സന്ധ്യാസമയം ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇക്കാക്കൻ്റെ ബ്രദറിൻ്റെ അടുത്തും പോകാനുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് വീട്ടിലേക്ക് പോകാൻ. അപ്പോൾ വേഗം നമ്മൾ പിന്നെ ബ്രദറിൻ്റെ അടുത്ത് പോവാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ പിന്നെ ഓയിലിൻ്റെ ടാങ്ക് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതിലായിട്ടുണ്ടാവും ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുക. പിന്നെ അവിടുന്ന് ഓരോ ടാങ്കർ ലോറിയിലൊക്കെ ആയിട്ടാണ് ഈ ഓയിൽ അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്നത് കേട്ടോ. ഈ സംഭവം നമ്മുടെ അജ്മാനിലൊക്കെ ഉണ്ട് കേട്ടോ. ഷാർജയിലുണ്ടോയെന്ന് എനിക്കറിയില്ല. അജ്മാൻ ഏരിയയിൽ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ കണ്ടപ്പോൾ അത് കാണിച്ചു തന്നാ കേട്ടോ. നമ്മുടെ അവിടെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ഇല്ലല്ലോ, അങ്ങനെ ഓയിലിൻ്റെ വലിയതൊന്നും. അപ്പം നമ്മൾ അളിയനൊക്കെ കണ്ടു. അപ്പോൾ അളിയൻ ചായ കുടിക്കുകയെന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ ഒരു ഫേമസ് ആയിട്ട് ഉള്ള ഫുജേറയിലുള്ളൊരു ചായ ഉണ്ട്, ചായക്കട, അബൂഖാൻ്റെ ചായക്കട എന്ന് പറയും. അപ്പോൾ അവിടെ പോയിട്ട് ചായ കുടിക്കുക വെച്ചിട്ട് ചായയൊക്കെ അവിടുത്തെ ഫുള്ള് സ്നാക്സും വാങ്ങി അത് മുഴുവൻ ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിച്ചു കേട്ടോ.
അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ പിന്നെ ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ വീട്ടിലൊക്കെ കയറി അവിടുന്ന് ഡിന്നർ കഴിച്ചിട്ട് കേട്ടോ പോരുന്നത്. പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല, നല്ല ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു, രാവിലെ ഇറങ്ങിയതല്ലേ. പിന്നെ മക്കളെയും കൊണ്ട് 3 ആളും കൂടി ആയിട്ട് നല്ല കളിയായിരുന്നു. അപ്പോൾ എനിക്കും ആമിക്കും ഒക്കെ നല്ല മേലുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേഗം തിരിച്ചു പോയത് നമ്മുടെ ഷാർജ ഗ്രാൻഡ് മോസ്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ എല്ലാ വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.